ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ആന്റിബയോട്ടിക് കഴിക്കാനും പേടിയാണ്. ഞാൻ ഒരുപാട് പപ്പായ കഴിച്ചു, എന്നിട്ടും അബോർഷൻ ആയില്ല. ആവില്ല. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദീപ്തി, തൃശൂർ സൺ മെഡിക്കൽ സെന്ററിൽ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഗർഭകാലത്തെ ഇൻഫെക്ഷനെ കുറിച്ചാണ് പിന്നെ ഏറ്റവും വലിയ സംശയം. എല്ലാവർക്കും മരുന്ന് കഴിക്കാൻ പേടിയാണ്. പാരസെറ്റമോൾ അടക്കം കഴിച്ചാൽ നമ്മുടെ കുട്ടിയെ പറ്റിയുള്ള ആകാംക്ഷയാണ് ഇതിനെല്ലാം കാരണം. അതായത് നമ്മുടെ കുട്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരണം, ഏറ്റവും നന്നായിട്ട് വരണം എന്ന രീതിയിൽ ഒരുങ്ങുന്ന അച്ഛനമ്മമാർക്ക് ഒരു ഇൻഫെക്ഷൻ അമ്മയ്ക്ക് വരുമ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ അത് കുട്ടിയെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക സ്വാഭാവികമാണ്, ഞങ്ങൾക്കത് മനസ്സിലാവുന്നു. പക്ഷെ ഗർഭിണി ഒരു മനുഷ്യനാണ്. അപ്പൊ ത്രൂ ഔട്ട് ആ 10 മാസം വേറെ ഒരു അസുഖവും വരില്ല എന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റില്ല. ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി? 2 തരം ഇൻഫെക്ഷൻ നിങ്ങൾക്ക് വരിക: ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനും. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ആന്റിബയോട്ടിക് കഴിക്കാനും പേടിയാണ്. അപ്പോൾ ആന്റിബയോട്ടിക് കൊണ്ട് കുട്ടിക്ക് അപകടം വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, മരുന്നിനെ അല്ല നമ്മൾ പേടിക്കേണ്ടത്, ഇൻഫെക്ഷനെയാണ് പേടിക്കേണ്ടത്. അത് ബാക്ടീരിയൽ ആയാലും വൈറൽ ആയാലും ഗർഭകാലത്ത് നല്ലതല്ല. അപ്പൊ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എത്രയും വേഗം ട്രീറ്റ് ചെയ്യണം. രോഗാണുക്കൾ എണ്ണത്തിൽ പെരുകി കുട്ടിയിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. അതിന് കൃത്യമായ ആന്റിബയോട്ടിക്കും കൃത്യമായ ചികിത്സകളും ഉണ്ട്. അത് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കൃത്യസമയത്ത് ചികിത്സ എടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി ആരോഗ്യവാനായി മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. വൈറൽ ഇൻഫെക്ഷന്റെ കാര്യത്തിൽ കോവിഡ് വന്നതിന് ശേഷമാണ് വൈറൽ ഇൻഫെക്ഷനെ പറ്റി നമ്മൾ ഇത്ര അധികം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കോവിഡ് ഒരു പ്രത്യേക തരം വൈറസ് തന്നെയായിരുന്നു. അത് കോവിഡിന് ശേഷം ഞങ്ങൾ കാണുന്ന പ്രശ്നങ്ങളും ഒരുപാട് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ നിലവിൽ വന്നു പോകുന്ന ജലദോഷപ്പനികൾ സാധാരണ ജലദോഷപ്പനികളല്ല. പണ്ടത്തെ കാലത്ത് ഒരു ജലദോഷപ്പനി വരുന്നതിന് ഒരു സീസൺ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അത് മാറുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു സീസൺ ഇല്ലാതെ തന്നെ എന്നും ഓരോരുത്തർക്ക് മാറി മാറി ഒരു വീട്ടിൽ ഒരു പനി കഴിഞ്ഞാൽ അടുത്ത പനി പോലെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളത് കൃത്യമായി ചെക്ക് ചെയ്താൽ H1N1 പല വെറൈറ്റീസ് ഉണ്ട്, ഇൻഫ്ലുവൻസയുടെ വെറൈറ്റീസ് ഉണ്ട്, കോവിഡിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ പല വൈറൽ ഇൻഫെക്ഷൻസും നടക്കുന്നുണ്ട്. വൈറൽ ഇൻഫെക്ഷന്റെ ഏറ്റവും വലിയ പ്രശ്നം സിംറ്റമാറ്റിക് മാനേജ്മെന്റ്, അതായത് നമുക്ക് ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രോഗം തുടങ്ങിയ ഉടനെ നമ്മൾ ചികിത്സിക്കണം. കോംപ്ലിക്കേഷൻസിലേക്ക് പോയാൽ ഡെഫിനറ്റ്ലി അത് കുട്ടിയെ ബാധിക്കും, കുട്ടിയുടെ വളർച്ചയെ ബാധിക്കും. കുട്ടി കിടക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയും, അനക്കം കുറയും. ഇതെല്ലാം അതുപോലെ തന്നെ പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിക്ക് കൺജനിറ്റൽ ന്യൂമോണിയ തുടങ്ങി ഇൻട്രായൂട്രൈൻ ഇൻഫെക്ഷൻസ് കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിയുന്നതും ഇൻഫെക്ഷൻ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതിനെന്ത് ചെയ്യാൻ പറ്റും? ഈ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഉത്സവങ്ങൾ, പാർട്ടികൾ എന്നിവയെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. പറ്റുമെങ്കിൽ മാസ്ക് ധരിച്ചു പോവുക. മാസ്ക് ഒരുപാട് റെസ്പിറേറ്ററി ഇൻഫെക്ഷനിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇൻഫ്ലുവൻസ വാക്സിനും ഇപ്പോൾ നമ്മൾ ഗർഭിണികൾക്ക് പറയുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ചികിത്സിക്കുക. അതുപോലെ തന്നെ ഗർഭകാലത്ത് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്, പപ്പായും പൈനാപ്പിളും കഴിച്ച അബോർഷൻ ആവുമോ? പപ്പായും പൈനാപ്പിളും കഴിച്ച അബോർഷൻ ആവുന്നത് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും നമ്മൾക്കറിയില്ല. പണ്ടെങ്ങാണ്ട് പറഞ്ഞു വന്നിരുന്ന പഴമൊഴിയാണ്, പച്ചപ്പപ്പായുടെ നീര് കഴിച്ചപ്പോൾ അബോർഷനായി എന്ന നിലയ്ക്ക്. പിന്നെ ചിലർ പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കാൻ വേണ്ടി ഇതൊക്കെ കഴിച്ച് ഞങ്ങളോട് വന്ന് പറയും, ഞാൻ ഒരുപാട് പപ്പായ കഴിച്ചു എന്നിട്ടും അബോർഷൻ ആയില്ല. ആവില്ല. പപ്പായും പൈനാപ്പിളും ഒക്കെ നല്ല ഗുണങ്ങളുള്ള ഫ്രൂട്ട്സ് ആണ്. പപ്പായോ പൈനാപ്പിളോ കഴിച്ചാൽ അബോർഷൻ ആവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ക്യാബേജും കോളിഫ്ലവറും കഴിച്ചാൽ ഗോയിറ്റർ വരുമോ, അതായത് തൈറോയിഡിന്റെ വരുമോ? പിന്നെ നാരങ്ങനീര് കഴിച്ചാൽ കണ്ണ് പൊളിക്കുമോ? മുതിര കഴിച്ചാൽ ചൂടാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഏറ്റവും വലിയ ഗർഭിണികളുടെ സംശയമാണ് അല്ലെങ്കിൽ ആഗ്രഹമാണ്, കുങ്കുമപ്പൂ കഴിച്ചാൽ കുട്ടി വെളുക്കുമോ? കുങ്കുമപ്പൂവ് ഒരു ഹെൽത്ത് ഡ്രിങ്കിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾ പല കഴിക്കുന്ന ന്യൂട്രീറ്റീവ് കാര്യങ്ങളിലും സെഫ്രോൺ ഒരു ഘടകമായിട്ട് കാണാം. അതുകൊണ്ട് കുങ്കുമപ്പൂ കഴിക്കുന്നത് കൊണ്ട് ഒരു ദോഷമൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. 1-2 അല്ലി പാലിലെന്തോ കലക്കി കുടിക്കണം എന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ട് കുട്ടി വെളുക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. കുട്ടിയുടെ വെളുപ്പും കറുപ്പും എല്ലാം തീരുമാനിക്കുന്നത് കുട്ടിയുടെ ജനിതക ഘടനയാണ്. ആ ജനിതക ഘടന വരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും
പാരമ്പര്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് കുങ്കുമപ്പൂ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് ഉപയോഗിക്കാമെന്നല്ലാതെ കുങ്കുമപ്പൂ കഴിക്കുന്നത് കൊണ്ട് കുട്ടി വെളുക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.